എപ്പിസോഡിന്റെ തുടക്കം തന്നെ യുൻഹോനെ സ്വപ്നം കണ്ട് ഞെട്ടി എണീക്കുന്ന ലീയാണ് കാണിക്കുന്നത്. ഇതേ സമയം താങ്കൾ ആവശ്യപ്പെട്ട സാധനം കൊണ്ടുവന്നിട്ടുണ്ടെന്നും പറഞ്ഞ് അസിസ്റ്റന്റ് വരും. അത് കേട്ടപാടെ അവൻ ഓടിച്ചെന്ന ബോക്സ് തുറന്ന് വലിയൊരു റൈഫിൾ എടുക്കുകയാണ് അതിന്ന്. ഇനിയും എനിക്കൊരു മണ്ടനെ പോലെ ജീവിക്കാൻ പറ്റില്ല, മനുഷ്യന്മാർക്ക് അവരുടേതായ രീതികളുണ്ടെന്ന് അവളും അറിയട്ടെ എന്ന് പറയുന്നത് കാണിച്ച് സീൻ കട്ട് ചെയ്താ. കഴിഞ്ഞ ദിവസം ഹീറോ യുൻഹോനെ കുത്തുന്ന സ്വപ്നം കണ്ട് അവൾ കരഞ്ഞിരുന്നല്ലോ. എത്ര ചോദിച്ചിട്ടും കാര്യം എന്താണെന്നൊന്നും അവൾ പറഞ്ഞില്ല. എന്തോ അപകടം വരാൻ പോകുന്ന പോലെ എന്ന് പറഞ്ഞതോർത്ത് ചെറിയൊരു ടെൻഷനിലാണ് സിയോൾ ഇപ്പോഴും. ഇവിടെയാണെങ്കിൽ മാച്ച് തുടങ്ങാൻ ഇനി കുറച്ച് സമയമുള്ളൂ. എന്നിട്ടും ഇതുവരെ കോച്ച് എത്തിയിട്ടുണ്ടാവില്ല. പുള്ളിക്ക് എന്തോ ടെൻഷനുള്ള പോലെ തോന്നിയിരുന്നു. ഇനി എങ്ങാനും നമ്മളെ പറ്റിച്ച് വേറെ ടീമിന്റെ കോച്ചായി പോയോ എന്നൊക്കെ പറയുന്നതിനിടെ അങ്ങനൊന്നും അല്ലാന്ന് സിയോള് പറയുന്നുണ്ട്. അപ്പൊ തന്നെ കോച്ചും ഇത് കേട്ട് വന്ന് ബോയമിന്റെ തലക്കിട്ടൊന്നു കൊടുക്കും. ഒന്നങ്ങട് മാറിയപ്പോഴേക്കും കുറ്റം പറയണം അവന്മാര്. അതൊക്കെ പോട്ടെ, നമ്മുടെ പുതിയ GM-നെ പരിചയപ്പെട്ടോളാൻ പറഞ്ഞ് യുൻസൂനെ പരിചയപ്പെടുത്താണെന്നിട്ട് ഇത് മാത്രല്ല എല്ലാവർക്കും സന്തോഷാവുന്ന വേറൊരു കാര്യം കൂടി ഉണ്ടെന്നും പറഞ്ഞ് അവരുടെ മാച്ച് ഫീ കൂട്ടി പഴയതിനേക്കാൾ 2 ഇരട്ടി എമൗണ്ട് ആക്കിയെന്നും വിന്നിംഗ് ബോണസും കൂട്ടിന്ന് കേട്ട് തുള്ളിച്ചാടാണ് എല്ലാവരും. ആ സന്തോഷത്തിലാണ് അവർ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുക. ഈ ടൈം ഞാൻ അവന്മാർക്ക് കുറച്ച് പണം എറിഞ്ഞു കൊടുത്തു, ഇന്ന് അതാണ് ഇത്ര എനർജിയിൽ കളിക്കുന്നതെന്നും പറഞ്ഞ് ലീ വരാണ് അവളുടെ അടുത്തേക്ക്. നീ എന്താ ഇവിടെയെന്ന് ചോദിക്കുമ്പോഴാണ് ടീമിന്റെ പുതിയ ഓണർ താനാണെന്ന് അവൻ പറയാം. നീ എന്നെ കുറെ അനുഭവിപ്പിച്ചതല്ലേ, ഇപ്പൊ നീ മനുഷ്യനായെന്നുള്ള കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു. എന്റെ പ്രതികാരം നീ ഇനി കാണാൻ പോകുന്നേ ഉള്ളൂ. അത് നിനക്ക് ഇഷ്ടപ്പെട്ട സിയോളിന്ന് തന്നെ തുടങ്ങാന്ന് പറയുന്നതിനിടെ സിയോളും ശ്രദ്ധിക്കാണ് അവരെ. അത് ലീ ആണെന്ന് മനസ്സിലായതും യുൻഹോൻ അവൻ എന്തെങ്കിലും ചെയ്താലോ എന്ന് പേടിച്ച് മാച്ചിനിടയിൽ ഓടി വന്ന് തട്ടിക്കേറാണ് അവനോട്. യുൻഹോനെ പറ്റി പറയുമ്പോ മോന്തയ്ക്കൊന്ന് കൊടുക്കുകയും ചെയ്യും. അത് കണ്ടതും കോച്ചൊക്കെ ഓടി വന്ന് പിടിച്ചു മാറ്റാണ് അവനെ. സിയോളിന് ഇതെന്താ പറ്റിയെന്ന് അവർക്കും മനസ്സിലാവുന്നുണ്ടാവില്ല. കട്ട് ചെയ്താ ഇന്ന് ഞാൻ അവനെ കൊല്ലെന്നും പറഞ്ഞു ഒരു ചെയറും പൊക്കി പിടിച്ച് കോച്ച് ആകെ കലിപ്പായി സിയോളിനെ അന്വേഷിച്ച് വരാൻ നേരമാണ് അവൻ പോയിന്ന് ഫ്രണ്ട്സ് പറയാം. മാച്ചിനിടെ പ്രശ്നം ഉണ്ടാക്കിയോണ്ട് തന്നെ അവന് റെഡ് കാർഡും കിട്ടിയിട്ടുണ്ടായി. ശരിക്ക് കേട്ടോ, നിനക്കൊന്നും ഈ മാച്ചിന്റെ ഫീസ് കിട്ടാൻ പോണില്ല. മാത്രല്ല സിയോള് ചെന്നിടിച്ച് ചോര വരുത്തിയത് നമ്മുടെ പുതിയ സ്പോൺസറിനെ ആണെന്ന് കേട്ട് എല്ലാവരുടെയും കിളി പോവും, കോച്ചിന്റെ ബോധവും പോവും. അത്രയ്ക്ക് ടെൻഷൻ പുള്ളിക്ക് സിയോള് കാരണം ഉണ്ടായല്ലോ. കട്ട് ചെയ്താ സിയോൾ അവളെ കൊണ്ട് വേഗം വീട്ടിലേക്ക് പോവാൻ നോക്കുന്നുണ്ട്. അതുകൊണ്ടൊന്നും കാര്യമില്ല, അവൻ നമ്മുടെ പിന്നാലെ വരും. എന്നാലും മാച്ചിന്റെ ഇടയിൽ നിന്ന് വരണ്ടായിരുന്നു എന്ന് പറയാണ്. മുന്നും ലീ ഫോക്സ് ഹണ്ടറിന്റെ ഒപ്പം ചേർന്ന് യുൻഹോനെ കൊല്ലാൻ നോക്കിയിട്ടുള്ളതുകൊണ്ട് തന്നെ സിയോളിന് ഭയങ്കര ടെൻഷനായിരുന്നു. നിനക്ക് എന്തെങ്കിലും പറ്റിയാ എനിക്കത് സഹിക്കാൻ പറ്റില്ല എന്നും പറഞ്ഞ് ഹഗ് ചെയ്യാണെന്നിട്ട് സാരില്ല നമുക്ക് ഗുമിയോട് ഹെൽപ്പ് ചോദിക്കാന്ന് യുൻഹോ പറയുന്നുണ്ട്. അപ്പോ പക്ഷേ ഗുമി അവരുടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. ഇപ്പൊ അവള് സംസാരിക്കുന്നത് കേൾക്കാനോ അവളെ കാണാനോ ഇവർക്ക് പറ്റുന്നുണ്ടാവില്ല. ശേഷം ആ ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. ഫോക്സോൺട്ര ബെല്ലടിച്ചതും ഗുമിയുടെ ബോധം പോയല്ലോ. ശേഷം അവളുടെ ശരീരത്തിൽ നിന്ന് ആത്മാവ് വിട്ടുപോരാണ്. ഈ ടൈം അവളുടെ ഫോക്സ് ബീഡാണ് അയാൾ അവളോട് ആവശ്യപ്പെടാം. 9 ടൈൽഡ് ഫോക്സുകളുടെ പവേഴ്സ് സൂക്ഷിച്ചിരിക്കുന്ന ഒരു മുത്താണത്. അത് പക്ഷെ എന്റെ കയ്യിലല്ല സൂക്ഷിച്ചിരിക്കുന്നതെന്ന് അവളുടെ ശരീരം പറയും. ഇപ്പൊ ഇതിനെപ്പറ്റി യുൻഹോനോട് പറയാൻ ഗുമിയുടെ ആത്മാവ് ശ്രമിക്കുന്നുണ്ടെങ്കിലും പറ്റുന്നുണ്ടാവില്ല. എന്നിരുന്നാലും അവള് നിൽക്കുന്നിടത്ത് എന്തോ ഒരു പ്രസൻസ് ഹീറോയിനും ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴേക്കും സിയോളിന്റെ ടീഷർട്ട് അവള് ശ്രദ്ധിക്കും. ഇതിട്ടാണ് അവൻ അവളെ കുത്തുന്ന സ്വപ്നം അവള് കണ്ടതെന്നോർത്ത് പിന്നീട് ലോഡ് പാഗുൺ പറഞ്ഞതും അങ്ങനെയൊക്കെ ചേർത്ത് നോക്കുമ്പോ അത് വെറും ഒരു സ്വപ്നമായിരുന്നില്ല. യുൻഹോയ്ക്ക് മാറ്റാൻ പറ്റാത്ത അവളുടെ തന്നെ ഫ്യൂച്ചർ ആണെന്ന് അവൾക്ക് മനസ്സിലാവും. മുന്നേ ടീഷർട്ട് കണ്ടിട്ടില്ലല്ലോ എന്ന് ചോദിക്കുമ്പോ മുത്തശ്ശി വാങ്ങി തന്നതാണ്, കുറെ നാളായി കാണാനില്ലായിരുന്നു, ഇപ്പോഴാ കിട്ടിയെന്ന് പറയണവൻ. ശേഷം നമുക്ക് തിരിച്ചു പോണ്ട, അവര് പേടിച്ച് നമ്മുടെ ട്രിപ്പ് എന്തിനു മാറ്റി വെക്കണം എന്ന് അവള് പറയുന്നത് കാണിച്ചാണ് സീൻ കട്ടാവുന്നത്. പിന്നീട് അവരവിടെയുള്ള സ്ഥലങ്ങളൊക്കെ വിസിറ്റ് ചെയ്യുന്നതായിരിക്കും കാണിക്കുക. അവർ ആഗ്രഹിച്ച പോലെയുള്ള അവരുടെ ഒരു ടൂർ. സിയോൾ അവിടുത്തെ ഫേമസ് സ്ഥലങ്ങളൊക്കെ സെർച്ച് ചെയ്താണ് അവിടേക്ക് കൊണ്ടുപോവുക. ഇത് 100 വർഷം പഴക്കമുള്ള ഓലമേഞ്ഞ വീടുകളാണെന്ന് കേട്ട് ആരോടായി പറയണേ, ഇവിടൊക്കെ ഞാൻ താമസിച്ചിട്ടുള്ളതാണെന്ന് അവള്. അങ്ങനെ അവർ ആ സ്ഥലമൊക്കെ ചുറ്റി കാണുകയാണ്. ഇവരെ കൂടാതെ വേറെയും ടൂറിസ്റ്റുകൾ അവിടെ ഉണ്ടായിരുന്നു. ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട് തന്നെ ഫണ്ടിന് വേണ്ടി ഉണ്ടായ ഗെയിം ഒക്കെ കളിച്ച് അവിടുത്തെ ഫുഡും കഴിച്ച് അങ്ങനെ എൻജോയ് ചെയ്ത് നടക്കാണ് രണ്ടുപേരും. ഒരുമിച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കുന്നുണ്ട്. കട്ട് ചെയ്താ ഫോക്സിന് 2 പറഞ്ഞ സന്തോഷത്തിൽ വരാൻ നേരം റൂമിൽ ഒരു കറുത്ത രൂപം കണ്ട് ഞെട്ടി പോവാണ് ലീ. പേടിപ്പിച്ചല്ലോടോ, ശവപ്പെട്ടിന്ന് ഇറങ്ങി വന്ന കോലത്തിൽ താൻ എന്താ ഇവിടെയെന്ന് ചോദിക്കാണ്. ഗുമീനെ തന്റെ വരുതി കാക്കിയെങ്കിലും ഫോക്സ് ഹണ്ടറിന് അവന്റെ ഷാമൻ പവേഴ്സ് പകരം കൊടുക്കേണ്ടി വന്നിരുന്നു. അതുകൊണ്ട് ഇപ്പൊ അയാള് വളരെ വീക്കാണ്. ഗുമിയുടെ ഫോക്സ് സ്പീഡ് എത്രയും പെട്ടെന്ന് കണ്ടെത്തി അത് കഴിച്ചില്ലെങ്കിൽ കുറച്ച് ദിവസത്തിനകം താൻ മരിക്കുന്നതായിട്ട് അതും കിട്ടിയില്ല. അപ്പൊ തനിക്കങ്ങ് ചത്താ മതി, എന്റെ കാര്യോ 2 ഫോക്സും കൂടി എന്നെ കൊല്ലാക്കൊല ചെയ്യും, ഇപ്പൊ തന്നെ അവളെ ഭീഷണിപ്പെടുത്തിയിട്ടാ വരുന്നതെന്ന് പറയാണ് ലീ. ഈ ടൈം ഗുമി ഉപദ്രവിക്കൊന്നുമില്ല.
ഫോക്സ് സ്പീഡ് അവളോട് തന്നെ കണ്ടെത്താൻ പറഞ്ഞേക്കാണ് ഞാൻ. ഇനി അത് കിട്ടിയില്ലെങ്കിലും ഞാൻ മരിക്കുന്നത് വരെ ഗുമിയുടെ ശരീരം ഞാൻ പറഞ്ഞതനുസരിക്കുന്ന ഒരു പാവ പോലെ ആയിരിക്കും എന്ന് പറയാണ്. സോ അവള് നിന്നെ ഒന്നും ചെയ്യില്ല എന്ന് ഫോക്സ് ഹണ്ടർ പറയും. അടുത്ത സീനിൽ സിയോളിനെ യുൻഹോനെയാണ് കാണിക്കുന്നത്. ഒട്ടും പ്രതീക്ഷിച്ചില്ലെങ്കിലും ട്രിപ്പ് അടിപൊളിയായിരുന്നതിന്റെ സന്തോഷാണ് രണ്ടുപേർക്കും. ഈ പഴയ വില്ലേജിലൂടെ നടന്നപ്പോഴൊക്കെ ഒറ്റയ്ക്കായിരുന്നു എന്റെ പാസ്റ്റിലടക്കം സിയോളിന്റെ പ്രസൻസ് തോന്നിയിരുന്നു എന്ന് അവള് പറയും. ശേഷം നമുക്ക് ഇങ്ങനെ തന്നെ ജീവിച്ചാ പോരെ, ഫേമസ് ഫുട്ബോൾ പ്ലെയർ അല്ലാത്ത, ലക്ഷറി ലൈഫ് ഇല്ലാത്ത സിയോളും മനുഷ്യനായ എനിക്കും എങ്ങനെ ജീവിക്കാൻ പറ്റുമെന്ന് ചോദിച്ചത് കേട്ട് ഹീറോ ഒരു നിമിഷം സൈലന്റ് ആയതും അപ്പോഴേക്കും സീരിയസ് ആയോ, ഞാൻ ചുമ്മാ പറഞ്ഞതാന്ന് അവള്. ഈ ടൈം അങ്ങനെ ഒരു ലൈഫ് തനിക്ക് ഓക്കെ ആണെന്ന് പറയാണ് ഹീറോ. ഞാൻ നേടിയെടുത്ത അച്ചീവ്മെന്റും സ്വപ്നവും അതിനിട്ട എഫേർട്ട് ഒക്കെ എനിക്ക് വലുത് തന്നെയാണ്. അത് തിരിച്ചു നേടിത്തരാൻ യുൻഹോ പരമാവധി ശ്രമിക്കുന്നു എനിക്കറിയാം. എന്നിട്ടും കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, ഞാനിത് ആക്സെപ്റ്റ് ചെയ്തോളാം എന്ന് പറയാണ്. ഹ്യൂണിനെ കാണാൻ പോയതിനു ശേഷം എന്നോട് എന്തോ മറക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. എന്ത് വിഷമാണെങ്കിലും ഞാൻ കൂടെ ഉണ്ടാവുന്ന ഹീറോ പറയുമ്പോൾ അവൾക്ക് ഒരുപാട് സന്തോഷാവാണ്. അവരങ്ങനെ കിസ് ചെയ്യുന്നതും കാണിച്ച് കട്ട് ചെയ്താ. നൈറ്റ് താമസിക്കാൻ വേണ്ടി അവരൊരു ഹോട്ടലിലേക്ക് വന്നിരിക്കുന്നതാണ് കാണിക്കുന്നത്. 2 ബെഡ് വേണമെന്ന് പറഞ്ഞിട്ട് ഇവരെന്ത് ഈ റൂം തന്നേന്ന് സിയോള് പറയുന്ന കേട്ട് എന്നാ നമുക്ക് തിരിച്ചു പോയാലോ എന്ന് അവള് പറയും. കുറച്ചു നേരം അങ്ങനെ പരിങ്ങി നിന്ന് രണ്ടും ഇവിടെ തന്നെ നിൽക്കാൻ തീരുമാനിക്കുകയാണെന്നിട്ട്. ശേഷം അവിടെയും ഒരു റൊമാൻറ്റിക് സീനാണ് കാണിക്കുന്നത്. പിറ്റേ ദിവസം എണീറ്റവടെ വീണ്ടും ഒന്ന് പുറത്തൊക്കെ കറങ്ങിയിട്ട് വരാന്ന് പറയുന്നതും കാണിച്ച് കട്ട് ചെയ്താ സിയോളിന്റെ ഫ്രണ്ട്സിനെയാണ് കാണിക്കുന്നുണ്ടാവുക. അവരിപ്പോ അവനോട് ചെറിയൊരു ദേഷ്യത്തിലുമാണ്. സിയോള് കാരണം പുതിയ സ്പോൺസർ അവരുടെ ടീമിന് ഇട്ട് പോകുന്ന അവസ്ഥയാണല്ലോ വരുത്തി വെച്ചേക്കുന്നത്. സോ അത് അവരുടെ ലൈഫിനെയും ബാധിക്കും. ഇത്രയൊക്കെ ആയിട്ട് അവനൊരു സോറി പോലും പറഞ്ഞില്ലല്ലോ എന്ന് പറയുന്നതിനിടെ യുൺസ് വരാണ് അങ്ങോട്ട്. ഇന്നലെ സിയോൾ അങ്ങനെ പെരുമാറിയതിനൊരു കാരണമുണ്ട്, ശ്രദ്ധിക്കാഞ്ഞത് ഞാനാണെന്ന് പറയാണെന്നിട്ട്. അത് കഴിഞ്ഞ് വീണ്ടും ഇവരെ കാണിക്കുമ്പോൾ ഓരോന്ന് സംസാരിച്ച് നടക്കുന്നതിനിടെ യുൻഹോ സിയോളിനോട് ആ ടീഷർട്ട് ഊരി കളയാൻ പറയാണ്. അത് പക്ഷെ മുത്തശ്ശി വാങ്ങിക്കൊടുത്തതായോണ്ട് തന്നെ കളയാൻ അവന് ഒട്ടും ഇഷ്ടമുണ്ടാവില്ല. അതിട്ടിട്ടാണ് സിയോൾ അവളെ കുത്തുന്നതെന്ന് ഇവൾക്കും പറയാൻ പറ്റില്ലല്ലോ. എന്നാലും യുൻഹോ നിർബന്ധിച്ച് അത് അവിടെ ഇടിക്കും. ഇവിടെ ഫ്രണ്ട്സ് ആണെങ്കിൽ സിയോളിനെ ആക്സിഡന്റ് ആക്കിയ ആളായിരുന്നു പുതിയ സ്പോൺസർ എന്ന് അറിഞ്ഞതും അവനെ ഓക്കെ ആക്കാൻ വീട്ടിലേക്ക് ചെല്ലുന്നതാണ് കാണിക്കുന്നത്. സിയോള് ചെയ്തതിൽ ഒരു തെറ്റുമില്ല. ഇതവന് നമ്മളോട് നേരത്തെ പറഞ്ഞാൽ മതിയായിരുന്നില്ലേ, ആർക്ക് വേണം അയാളെ സ്പോൺസർ ആയിട്ടെന്നൊക്കെ പറഞ്ഞ് അകത്തേക്ക് കയറാൻ നേരം വീടൊക്കെ ആരോ തല്ലി തകർത്തിട്ടിരിക്കുന്നതാണ് കാണുക. സെയിം ടൈം ഗുമി ഇവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് ഫോക്സ് സ്പീഡ് തരാൻ പറഞ്ഞതും അത് അവളല്ലാന്ന് യുൻഹോയ്ക്ക് മനസ്സിലാവും. നീ ആരാണെന്ന് ചോദിച്ച പാടെ അവളത് യുൻഹോയുടെ അടുത്തുനിന്ന് ഒറ്റയ്ക്ക് എടുക്കാൻ നോക്കാണ്. തടയാൻ ചെന്ന സിയോളിനെ തള്ളിയിടും. അപ്പൊ നിന്റെ കയ്യിലും അതില്ലല്ലേ? ഞാൻ നിങ്ങളുടെ വീട്ടിലും നോക്കി, അവിടെ ഇല്ല. പിന്നെ നീ ആ ഫോക്സ് ബീഡ് എവിടെ ഒളിപ്പിച്ചേക്കാണെന്ന് ചോദിക്കുന്നതായിട്ട് നിന്നെ ആ ഫോക്സ് ഹണ്ടർ എന്താ ചെയ്തതെന്ന് എനിക്കറിയില്ല, ഇത് ശരിക്കുള്ള നീ അല്ലാന്ന് പറയാണ് ഹീറോയിൻ. നീ പറയാതെ തന്നെ ഞാനത് കണ്ടെത്തിക്കോളാന്നും പറഞ്ഞ് ഗുമി അവളെ ബോധം കെടുത്തു. ഇവരാണെങ്കിൽ ഗുമി ആ ഫോക്സ് ബീഡ് കൊണ്ടുവരുന്നതും വെയിറ്റ് ചെയ്തിരിക്കായിരിക്കും. ഇതിനിടെ ഫോക്സ് ഹണ്ടർ ലീയുടെ ഫാമിലിനെ പറ്റിയൊക്കെ ചോദിക്കുന്നുണ്ട്. അയാൾക്ക് ഒരു ഫാമിലി ഉണ്ടായിരുന്നതാണല്ലോ. ഫോക്സ് ബീഡ് കിട്ടിയില്ലെങ്കിൽ അയാൾ ഇന്ന് മരിക്കും. അതിനുശേഷം തന്റെ ആത്മാവിനെ പിച്ചി ചീന്താൻ നിൽക്കുന്ന ഒരുപാട് വേറെ ആത്മാക്കൾ ഇപ്പൊ നമുക്ക് ചുറ്റുമുണ്ട്. നിനക്ക് കാണാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ എന്ന് പറയാണ് ലിയോട്. പക്ഷെ ഫോക്സ് ബീഡ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് ഒരിക്കലും മരണം ഉണ്ടാവില്ല. മാത്രല്ല അയാളും ഒരു ദൈവത്തെ പോലെ ആവും. അതുവഴി ഈ ലോകം തന്നെ നശിപ്പിച്ച് ഓരോ ജീവനെയും കൊന്നൊടുക്കുന്നു പറയാണ്. ഇത്രമാത്രം പകയുണ്ടാവാൻ ഫോക്സ് ഹണ്ടർക്ക് ഒരു കാരണമുണ്ട്. കുറെ കാലം മുമ്പ് വരെ ഭാര്യയും മോളുമായി സന്തോഷമായിട്ട് കഴിഞ്ഞതാണെങ്കിലും ഷാമനാവാനുള്ള ഒരു ഡിവൈൻ കോളിംഗ് ഉണ്ടായപ്പോ ഇയാൾ അതിന് തയ്യാറായില്ല. അതിന്റെ പ്രത്യാഘാതമായിട്ടാണ് ഇയാളുടെ ഭാര്യ മരിച്ചത്. അതും ഇയാള് തന്നെ വണ്ടി ഇടിച്ച് കൊന്നതാണ്. പക്ഷെ അതൊന്നും മനഃപൂർവ്വം അല്ലായിരുന്നു, ആരോ മൈൻഡ് കൺട്രോൾ ചെയ്യുന്ന പോലെ. പിന്നീട് മോളും അസുഖം വന്ന് വേദന സഹിക്കാൻ പറ്റാതെ സ്വയം മരിച്ചു. ആ ദേഷ്യമാണ് ഇയാൾക്ക് ദൈവങ്ങളോടും മറ്റെല്ലാവരോടും ഉള്ളത്. അവിടെ കെട്ടായി ഗുമിയുടെ ബോഡി കൺട്രോൾ ചെയ്യുന്ന ഫോക്സ് ഹണ്ടർ യുൻഹോനെ അവളുടെ സ്വന്തം വീട്ടിലേക്ക് എത്തിച്ചേക്കാണിപ്പോ. മാത്രല്ല അവളുടെ ഓർമ്മകളും മായിച്ചിട്ടുണ്ടായി. ശേഷം ഒന്നും അറിയാത്ത പോലെ അവളുടെ ചേച്ചിയായി വന്ന് ഷോപ്പിങ്ങിന് പോയി എടുത്ത ഡ്രസ്സൊക്കെ മാച്ച് ആവുന്നുണ്ടോ എന്ന് നോക്കുമായിരിക്കും. ചേച്ചി മരിച്ചതല്ലേന്നൊക്കെ അവള് ചോദിക്കുന്നുണ്ടെങ്കിലും അങ്ങനൊന്നും സംഭവിച്ചിട്ടേ ഇല്ല. ഹീറോയിൻ സ്വപ്നം കണ്ടതാണെന്നുള്ള മട്ടിലായിരിക്കും പെരുമാറാ. എന്റെ ഒപ്പം ഒരു പയ്യനും ഉണ്ടായിരുന്നു, ഞാൻ അവനെ ഡേറ്റ് ചെയ്യായിരുന്നു എന്നൊക്കെ യുൻഹോ പറയുന്ന കേട്ട് അവന്റെ ഫേസ് ഓർമ്മയില്ലേ? ഭംഗി ഉണ്ടോന്നൊക്കെ ചോദിക്കുമ്പോ യുൻഹോക്ക് സിയോളിന്റെ മുഖം ഒന്നും ഓർമ്മ വരുന്നുണ്ടാവില്ല. ശേഷം കാഷ്വൽ ആയി തന്നെ എന്റെ ഫോക്സ് ബീഡ് എവിടെയെന്ന് ചോദിക്കുകയാണ്. ഇന്നേരം യുൻഹോയും അത് എന്റേലുണ്ടോ, എവിടെയാ വെച്ചേന്നൊക്കെ ചിന്തിക്കാൻ നേരം ഹ്യൂൺ കിടന്ന ഹോസ്പിറ്റൽ റൂമിലേക്കാണ് ഇവരെത്തുക. ഞാൻ എന്തിനാ ഇവിടെ വെച്ചേന്ന് അവള് ചിന്തിക്കുന്നതിനിടെ പെട്ടെന്ന് ഗുമിയുടെ ആത്മാവ് പറയുന്നത് കേൾക്കാണ് അവള്. പറയല്ലേ, ഇതെല്ലാം ട്രാപ്പാണെന്ന് പറയാണ് ഗുമി. അപ്പോഴാണ് സിയോളിന്റെ കാര്യമൊക്കെ അവൾക്ക് ഓർമ്മ വരാ.
ഒപ്പം യുൻഹോയുടെ ബോഡിക്ക് അടുത്തിരുന്ന് സിയോൾ അവളെ വിളിക്കുന്നതും കേൾക്കും. അതോടെ മറ്റേ ഗുമി അവളുടെ കഴുത്ത് ഞെരിച്ച് ഭീഷണിപ്പെടുത്തി പറയിപ്പിക്കുന്നതായി കാണിച്ച് കട്ട് ചെയ്ത മുൻപ് യുൻഹോ ഗുമിനോട് അവളുടെ ഫോക്സ് സ്പീഡ് ഞാൻ സൂക്ഷിക്കാന്നും പറഞ്ഞ് എടുത്തു വെച്ചതായി കാണിക്കുന്നുണ്ട്. അത് ഗുമി പോലും അറിയാത്ത സ്ഥലത്ത് വെക്കാന്നും പറഞ്ഞിരുന്നു. ശേഷം പ്രത്യേകതയുള്ള ആ കത്തി ഓർമ്മ വരാണ് അവൾക്ക്. അതിപ്പോ യുൻഹോയുടെ കയ്യിലുണ്ട്. പവേഴ്സ് വെച്ച് ഗുമി അത് എടുത്തതും സിയോൾ അത് കാണുകയാണ്. പക്ഷെ അത് വെച്ച് എന്താ ചെയ്യണ്ടേന്ന് അവൻ അറിയില്ല. അതുകൊണ്ട് തന്നെ കത്തി യുൻഹോയിൽ തരാൻ സിയോളിനോട് പറയാൻ ഗുമി ഇവിടെ വന്ന് പറയും. അവൾ അങ്ങനെ അത് പറയുമ്പോ സിയോളിന് അത് കേൾക്കാൻ പറ്റും. അവനത് അവിടെ വെച്ച് യുൻഹോയുടെ കൈ കൊടുത്തതും ഇവിടെ ഹീറോയിന്റെ കയ്യിൽ അത് വന്ന് അപ്പൊ തന്നെ ഗുമിയുടെ ശരീരത്തെ അഥവാ ഫോക്സ് ഹണ്ടറിന്റെ സ്പിരിറ്റിനെ കുത്തുന്നതാണ് കാണിക്കുന്നത്. അതോടെ അയാൾ ഇവിടെ ചോര ഛർദിക്കുകയും അതുവഴി വയ്യാതെ ആവുകയും ചെയ്യും. ഒപ്പം യുൻഹോയ്ക്കും ബോധം വരാണ്. ഇപ്പൊ എല്ലാ പ്രശ്നങ്ങളും മാറി, നമ്മൾ സേഫ് ആണെന്ന് അവള് പറയുമ്പോഴാണ് ഹീറോയ്ക്കും സമാധാനാവുക. ഇതേ സമയം ലീ ഫോക്സ് ഹണ്ടറിനെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നുണ്ട്. പക്ഷേ ഇതിനകം അയാളുടെ എല്ലാ പവേഴ്സും പോയതുകൊണ്ട് തന്നെ ആത്മാക്കളുടെ സ്വാധീനം കാരണം വട്ട് പിടിച്ച പോലെ പേടിച്ച് ബഹളം വെക്കാണ് അയാള്. ഇപ്പൊ ആത്മാക്കളെ മാത്രമേ അയാൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവുള്ളൂ. അവിടെ കട്ട് ചെയ്ത അലങ്കോലായി കിടന്ന വീടൊക്കെ സിയോളിന്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ശരിയാക്കിയിട്ടുണ്ടായി. ഇതിനകം ഇവരും വീടെത്തിയിരുന്നു. ക്ഷീണം കൊണ്ട് യുൻഹോ ഉറങ്ങായിരുന്നതുകൊണ്ട് തന്നെ ഫുഡ് വാങ്ങാൻ സിയോളും ഫ്രണ്ട്സിന്റെ ഒപ്പം പുറത്തേക്ക് ഇറങ്ങും. അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങി കഴിയുമ്പോഴാണ് വാലറ്റ് മറന്നു എന്ന് ഓർക്കുക. പിന്നീട് ഡോറിൽ കൊട്ടുന്ന സൗണ്ട് കേട്ട് യുൻഹോ വാതിൽ തുറക്കാൻ നേരം അത് സിയോൾ ആയിരിക്കില്ല, ലീ ആയിരുന്നു. ശേഷം അവൻ അവളെ പുറത്തേക്ക് വലിച്ചിട്ട് ഷൂട്ട് ചെയ്യാൻ നിൽക്കുന്നതാണ് കാണിക്കുന്നത്. ഫോക്സ് ഹണ്ടറിന്റെ പോലെ മരിക്കാൻ എനിക്ക് സൗകര്യമില്ല എന്ന് പറഞ്ഞ് അവളെ ഷൂട്ട് ചെയ്യാൻ നേരം സിയോള് വന്ന് പിടിച്ചു മാറ്റാണ് അവനെ. അങ്ങനെ അവര് തമ്മിൽ പിടിയോലിയായി ലീ വീണ്ടും സിയോളിനെ തള്ളിയിട്ട് അവൾക്ക് നേരെ ഷൂട്ട് ചെയ്യാണ്. അതുകൊണ്ട് തന്നെ ലീ ഷൂട്ട് ചെയ്തപ്പോ വെടികൊണ്ടത് ഹീറോയ്ക്കായിരുന്നു. ഇത് കണ്ടതും ലീ അവിടെ നോടിപ്പോവും. സിയോൾ അപ്പോഴും യുൻഹോയ്ക്ക് ഒന്നും പറ്റിയില്ലല്ലോ എന്നാണ് ചോദിക്കുന്നുണ്ടാവുക. അവളും സിയോളിന്റെ അവസ്ഥ കണ്ട് തരിച്ചു നിൽക്കായിരുന്നു. ഞാൻ കണ്ട ഫ്യൂച്ചർ ഇതായിരുന്നില്ലല്ലോ, അതിൽ ഞാനല്ലേ മരിക്കാന്ന് പറയുമ്പോഴാണ് നീ കാരണം അവൻ മരിക്കുന്ന പാഗുൺ പറഞ്ഞത് അവൾ ഓർക്കുക. അതും ഓർത്ത് ഹീറോയുടെ അടുത്തിരുന്ന് പൊട്ടിക്കരയുന്ന യുൻഹോനെ കാണിച്ചാണ് എപ്പിസോഡ് എൻഡാവുന്നത്. യുൻഹോയ്ക്ക് സിയോളിനെ വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമെന്നൊക്കെ നമുക്ക് അവസാന എപ്പിസോഡിലൂടെ കാണാം. ഇതിന്റെ അവസാന എപ്പിസോഡ് നമുക്ക് നാളെ കാണാം. താങ്ക്